ഫൊറിയർ സീരീസിൽ ഇ റൈസ് ടു എ എക്സിൻ്റെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ഫോമുല അറിഞ്ഞാൽ മാത്രം മതി. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ്, അതുപോലെ തന്നെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ്. ഈ ഫോമുല പഠിക്കാനും വളരെ എളുപ്പമാണ്. ഓക്കെ, ഈ രണ്ട് ഫോമുല പഠിച്ചാൽ തന്നെ ഇ റൈസ് ടു എക്സിൻ്റെ സകല പ്രോബ്ലവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇ റൈസ് ടു എക്സ് അതുപോലെ എടുത്ത് ഇവിടെ വെക്കുക. ഇ റൈസ് ടു എക്സ് ഇവിടെ അതുപോലെ തന്നെ ഇ റൈസ് ടു എക്സ് അതുപോലെ എടുത്ത് വെക്കുക. ഡിവൈഡഡ് ബൈ എയുടെ സ്ക്വയർ, ഇ റൈസ് ടുവിൻ്റെ മേളിൽ എക്സിൻ്റെ കൂടെയുള്ള ആൾ എ, അതിൻ്റെ സ്ക്വയർ പ്ലസ് ബിയുടെ സ്ക്വയർ, കോസിനകത്ത് എക്സിനകത്ത്. അപ്പോൾ ഇവിടെ അത് തന്നെ എയുടെ സ്ക്വയർ പ്ലസ് ബിയുടെ സ്ക്വയർ ഇൻറ്റു ബാക്കിയുള്ള ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ട് എ കോസ് ബി എക്സ്, എ കോസ് ബി എക്സ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും? എ സൈൻ ബി എക്സ് അല്ലേ? എ സൈൻ ബി എക്സ്. കോസ് ആയതുകൊണ്ട് പ്ലസ്, സൈൻ ആയതുകൊണ്ട് മൈനസ്. എ ഓൾറെഡി ഉപയോഗിച്ചില്ലേ, ഇനി നമുക്ക് ബി ഉപയോഗിക്കാം. ഇവിടെ എ ഉപയോഗിച്ചു, സോ ബി ഉപയോഗിച്ചു. ഇവിടെ കോസ് ഉപയോഗിച്ചുകൊണ്ട് ഇനിയും സൈൻ ബി എക്സ്, ഇവിടെ സൈൻ ഉപയോഗിച്ചതുകൊണ്ട് കോസ് ബി എക്സ്. ഇത്രയേ ഉള്ളൂ ഫോമുല. ഇതിന് ലിമിറ്റ് കൊടുത്താൽ ഫുള്ളായിട്ട് ഇതിന് ലിമിറ്റ് കൊടുത്താൽ. അപ്പം ഈ ഫോമുല, രണ്ട് ഫോമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ റൈസ് ടു എ എക്സിൻ്റെ സകല ഫൊറിയർ സീരീസുകളും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതുമാത്രമല്ല, ഈ എ എനും ബി എനും കണ്ടുപിടിക്കുമ്പോൾ ഒരു എളുപ്പവഴിയൂടെ ഉണ്ട് ഇ റൈസ് ടു എ എക്സിൽ. എ എൻ കണ്ടുപിടിച്ചിട്ട് അതിനകത്തൊരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി ബി എൻ നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ ഒരു ഗുണം കൂടെ ഈ ഇ റൈസ് ടു എ എക്സിൻ്റെ പ്രോബ്ലത്തിൽ ഉണ്ട്. ഒരു ചെറിയ എന്നിൻ്റെ വ്യത്യാസമൊക്കെ വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടെ ഇ റൈസ് ടു എ എക്സിൻ്റെ ക്വസ്റ്റ്യൻസിന് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോമുല പഠിച്ചാൽ ഇ റൈസ് ടു എ എക്സിൻ്റെ ഫൊറിയർ സീരീസിൻ്റെ കാര്യം റെഡി. അപ്പോൾ ഈ ഫോമുല പഠിക്കാനുള്ള പാടേ ഉള്ളൂ. ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് കോസ് ബി എക്സ്, ഇ റൈസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു, കാണാതെ പഠിക്കണം എന്നില്ല, ഈ ഒരു സ്റ്റൈലിൽ പഠിച്ചാൽ മതി, എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഇവിടെ എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്, തിരിച്ചും മറിച്ചും വരും. ഓക്കെ, അപ്പം നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ. ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2π. അപ്പം ആദ്യം ഫോമുല എഴുതണം. ഫോമുല എഴുതുന്നതിന് മുമ്പ് എൽ എങ്ങനെ കണ്ടുപിടിക്കണം? എൽ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ഇന്റർവൽ ലെങ്ത്. ഇവിടെ ഇന്റർവൽ ലെങ്ത് ഇസ് 2π മൈനസ് 0. 2π ആണ് ഇന്റർവൽ ലെങ്ത്. അതിന്റെ പകുതി എന്ന് പറയുന്നത് എൽ, അപ്പം പൈ ആണ് അല്ലേ? ഇതിന്റെ പകുതി അപ്പം പൈ ആണ്. അപ്പം എൽ ഇവിടെ പൈ ആണ്. ഓക്കെ, അപ്പൊ ഫൊറിയർ സീരീസ് നമുക്കറിയാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എൽ പ്ലസ് ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആണ്. പക്ഷെ നമ്മുടെ എൽ ആരാ? പൈ ആണ് അല്ലേ? എൽ പൈ ആയതുകൊണ്ട് എൽ പൈ, ഹിയർ ഇറ്റ്സ് ഓൾസോ എൽ പൈ. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ പൈയും പൈയും ക്യാൻസൽ ആകും. ഇവിടെയും പൈയും പൈയും ക്യാൻസൽ ആവും. അപ്പം നമുക്കിനി എന്തേ ഉള്ളൂ? therefore എ കോസ് എൻ എക്സ് പ്ലസ് ബി സൈൻ എൻ എക്സ്. ഫൊറിയർ സീരീസ് ഇത്രയേ ഉള്ളൂ. ഇനി എ നോട്ടും എ എനും ബി എനും കണ്ടുപിടിച്ചാൽ മതി. എ നോട്ടിന്റെ ഫോർമുല 1/L ഇന്റഗ്രൽ ഡാഷ് ടു ഡാഷ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അത് 0 to 2π. അപ്പൊ ഇവിടുത്തെ എൽ എത്ര? പൈ അല്ലേ? അപ്പൊ അത് എഴുതിയാൽ പോരെ. എൽ 1/π ഇന്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമ്മുടെ എഫ് ഓഫ് എക്സ് ആരാ? അതും നമുക്ക് കൊടുക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് ആരാ? ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ എന്താ? 1/π. ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇസ് ഇ റൈസ് ടു എക്സ് ഇറ്റ് സെൽഫ്. ലിമിറ്റ് 0 to 2π. അപ്പം നമ്മൾ ലിമിറ്റ് കൊടുക്കാൻ പോവാ 1/π ഇൻറ്റു ലിമിറ്റ് കൊടുക്കുമ്പം എക്സിന് പകരം 2π കൊടുത്താൽ ഇ റൈസ് ടു 2π മൈനസ് ഇ റൈസ് ടു 0 ദാറ്റ് ഇസ് 1. സോ ദിസ് ഇസ് എ നോട്ട്. അപ്പം നമുക്ക് എ നോട്ട് കിട്ടി. ഇത് നിങ്ങൾ സൂക്ഷിച്ച് എ നോട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക. ഞാൻ എന്തായാലും ഈ സൈഡിലോട്ട് എ നോട്ടിൻ്റെ വാല്യൂ എഴുതി വെച്ചിട്ട് അതങ്ങ് തുടയ്ക്കാൻ പോവാ. എ നോട്ട് ഇസ് ഈക്വൽ ടു 1/π ഇ റൈസ് ടു 2π മൈനസ് 1. ഇനി എ എന്നും നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം, ബി എന്നും കണ്ടുപിടിക്കാം. അവിടെ നിൽക്കട്ടെ.
അപ്പം ഞാൻ ഇത് തുടയ്ക്കാൻ പോവുക. എന്നിട്ട് എ എൻ കണ്ടുപിടിക്കാം. ആ ഫോമുല എങ്ങനെ അപ്ലൈ ചെയ്യുന്നു നമുക്കറിയണം. ഇനി എൻ്റെ ഫോമുല എന്താ? 1/L. L ഇവിടെ പൈ ആണ്. ഇൻ്റഗ്രൽ ക്വസ്റ്റ്യൻ എവിടെ തൊട്ട് എവിടെ വരെ? 0 to 2π f of x, that is e raised to x, cos, ഇവിടെ എന്ത് വരുന്നു? എൻ്റെ കൂടെ അതാണ് എഴുതുന്നത്. cos nx dx. ഇത് യു വി ഫോമിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. യു വി ഫോമിൽ ചെയ്യണമെങ്കിൽ ഒരാൾ പോളിനോമിയൽ ആയിരിക്കണം. ഇത് പോളിനോമിയൽ ഒന്നും അല്ല. അപ്പം എന്തായാലും യു വി ഫോമിൽ ഒന്നും ചെയ്യില്ല. അതിനാണ് ഞാൻ മുമ്പേ നിങ്ങളെ ഫോമുല പഠിപ്പിച്ചത്. ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ്. അപ്പോൾ ഇവിടെ എ ആരാ? 1. ഇ റേസ് ടു 1x. അപ്പോൾ എ 1 ആണ്. കോസ് ബി എക്സ് ബി എന്നുമാണ്. അപ്പോൾ ആ ഫോമുല കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നമുക്കിത് എന്ത് വരുന്ന ഫോമുല? ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സിൻ്റെ ഫോമുല ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്താ? ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഇതിന് ലിമിറ്റ് കൊടുത്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എ 1 ആണ്, ബി എന്നും ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? 1/π ഇൻറ്റു ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ, ദാറ്റ് ഈസ് 1 സ്ക്വയർ ഇസ് 1 പ്ലസ് ബി സ്ക്വയർ എൻ സ്ക്വയർ ഇൻറ്റു എ കോസ് 1 കോസ് ബി എക്സ്, കോസ് ആയതുകൊണ്ട് പ്ലസ് ബി എന്ന് പറയുന്നത് എൻ അല്ലേ? എൻ സൈൻ എൻ എക്സ് 0 to 2π. എളുപ്പമായി ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി അതിനെക്കാട്ടി എളുപ്പം നിങ്ങൾ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ 0 മുതൽ 2π വരെ സൈൻ ഇവിടെ 2π കൊടുത്താൽ സൈൻ എന്തായാലും nπ 0 ആണ്. സൈൻ 0യും 0 ആണ്. നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് കളയാം, വേണ്ട. അപ്പം നമുക്കിനി എന്തേ ഉള്ളൂ ലിമിറ്റ് കൊടുക്കാൻ? ഈ പറയുന്ന കൊച്ചു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ അപ്പം നമുക്ക് കോൺസ്റ്റൻസ് ഒക്കെ എടുത്ത് വെളി കളയാം. പൈ കോൺസ്റ്റന്റ്, ഈ 1 + n സ്ക്വയറും കോൺസ്റ്റന്റ് ആണ്. അപ്പം നമുക്ക് ലിമിറ്റ് കൊടുക്കാൻ എന്തേ ഉള്ളൂ? ഒരു ഇ റേസ് ടു എക്സും കോസ് എൻ എക്സും മാത്രമേ ഉള്ളൂ ലിമിറ്റ് കൊടുക്കാൻ. ഇൻ്റഗ്രൽ 0 to 2π. അപ്പം നമുക്ക് ലിമിറ്റ് കൊടുക്കാം അല്ലേ? അപ്പം ലിമിറ്റ് കൊടുക്കുമ്പം എന്തായി? ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് 2π കൊടുക്കാൻ പോവാം. ദാറ്റ് ഈസ് 1/π ഇൻറ്റു 1 + n സ്ക്വയർ ഇൻറ്റു അപ്പർ ലിമിറ്റ് 2π കൊടുത്താൽ ഇ റേസ് ടു 2π ഇൻറ്റു കോസ് എൻ 2π, കോസ് എൻ 2π മൈനസ് ഇ റേസ് ടു 0 ഇൻറ്റു കോസ് എൻ 0, ദാറ്റ് ഇസ് കോസ് 0. ഇവിടെ നമുക്കറിയാവുന്ന ആൾ കോസ് 0 1 ആണ്, ഇ റേസ് ടു 0യും 1 ആണ്. അപ്പോൾ അവിടെ 1 ആയി. ഇനിയും കോസ് എൻ 2π, കോസ് എൻ പൈ, കോസ് 2nπ, കോസ് nπ ഈസ് -1 റേസ് ടു n. അപ്പോൾ കോസ് 2nπ എന്താ? കോസ് nπ എന്ന് പറയുന്നത് -1 റേസ് ടു n. അപ്പോൾ കോസ് 2nπ എന്ന് പറയുന്നത് -1 റേസ് ടു 2n. -1നെ സ്ക്വയർ ചെയ്തിട്ട് റേസ് ടു n എടുക്കാം. -1നെ സ്ക്വയർ ചെയ്താൽ ഇത് 1 ആണ്. 1 റേസ് ടു n എന്ന് പറയുന്നത് 1 ആണ്. സോ കോസ് 2nπ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് എന്തായിട്ട് കിട്ടി? 1 ആണ്. സോ നമുക്ക് കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ. എന്ത്? എൻ്റെ വാല്യൂ. അപ്പോൾ എൻ്റെ വാല്യൂ എന്ന് കിട്ടുന്നത് 1/π ഇൻറ്റു 1 + n സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു 2π - 1. ഇനി എന്ത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ബി എൻ എന്ന് ഇപ്പം എനിക്കിപ്പോൾ ഒറ്റയടിക്ക് പറയാൻ പറ്റും, പക്ഷെ ഞാൻ പറയുന്നില്ല. നിങ്ങൾ കണ്ടോ, ഒരു ചെറിയ എന്നിൻ്റെ വ്യത്യാസമേ ഇനിയും വരാൻ പോകുന്നുള്ളൂ ഈ ബി എനിൽ. ഇവിടെ ഒരു എന്നിൻ്റെ വ്യത്യാസം ഇതിനകത്ത് വരാൻ പോകുന്നുള്ളൂ. അതെനിക്ക് കണ്ടോണം. ബി എൻ്റെ ഫോമുല എന്താ? ബി എൻ ഇസ് ഈക്വൽ ടു വീണ്ടും 1/π ഇൻ്റഗ്രൽ എവിടെ നിന്നിട്ട് 0 to 2π f of x is e raised to x sin nx dx. ഇതിൻ്റെ ഫോമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു ഫോമുല? ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ അല്ലേ? ആ ഫോമുല കറക്റ്റായിട്ട് എഴുതി വെച്ച് അപ്ലൈ ചെയ്യണം. 1 സൈൻ എൻ എക്സ്, സൈൻ ആയതുകൊണ്ട് മൈനസ് ബി. അപ്പം എ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, ബി എന്ന് പറയുന്നത് n ആണ്. സോ ഹിയർ ബി എന്ന് പറയുന്നത് n, സൈൻ കഴിഞ്ഞാൽ പിന്നെ കോസ് എൻ എക്സ് ലിമിറ്റ് 0 to 2π. മുമ്പത്തെ കൂട്ടി 0 മുതൽ 2π വരെ സൈൻ വരുമോ? ഇല്ല, ക്യാൻസൽ ചെയ്തു. അപ്പോൾ പിന്നെ അത് ഇത്രയും ഭാഗം നമുക്ക് വേണ്ട. ഇതിനെ ഞാൻ അങ്ങ് കളഞ്ഞു. കോൺസ്റ്റന്റിനെ മൊത്തം എടുത്ത് നമുക്ക് വെളിയിൽ കളഞ്ഞിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 1/π
പൈ ഉണ്ട്. ഈ 1+n² മുമ്പത്തെ കൂട്ട് തന്നെ ഇവിടെയും കോൺസ്റ്റന്റ് ഉണ്ട്. ഒരാളും കൂടെ കോൺസ്റ്റന്റ് വരും. ആരാ? -n. ഞാൻ പറഞ്ഞില്ലേ ഒരു -n വ്യത്യാസമേ വരുന്നുള്ളൂ. ഇനിയും ബാക്കി എന്തുകൊണ്ട് ലിമിറ്റ് കൊടുക്കാൻ? e⁻x cos nx 0 to 2π. ചെയ്യാൻ പോകണ്ട. ഇത് തന്നെയായിരിക്കും an-ലും നിങ്ങൾ ചെയ്തത്. an-ലും ഇത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ വരത്തുള്ളൂ. സോ ആൻസർ കോപ്പി ചെയ്ത് എഴുതിയാൽ മതി. സോ നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ ചെറിയ വ്യത്യാസം bn-ന്റെ വ്യത്യാസം എന്ത് വരും? 1/ക്ക് പകരം -n/π × 1+n² e⁻²π -1 അങ്ങനെ തന്നെ വരും. അപ്പോൾ ഒരു n-ന്റെ വ്യത്യാസം, ഒരു -n-ന്റെ വ്യത്യാസം രണ്ടിടത്തു നിന്നും ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫോർമുലയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് e⁻x-ന്റെ ഫോറിയർ സീരീസ് കിട്ടും. അപ്പം നിങ്ങളിത് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾ ഈ പ്രോബ്ലം എടുത്തു വെച്ച് ചെയ്തിട്ട് ഫോറിയർ സീരീസ് ഫോർമുലയിൽ ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാവും. ഇനിയും ഇത് ഇച്ചിരൂടെ ഉറയ്ക്കണമെങ്കിൽ, ഒന്നുകൂടെ ഉറയ്ക്കണമെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാവും. നമുക്ക് e⁻x റിലേറ്റ് ചെയ്ത് വേറൊരു പ്രോബ്ലം ചെയ്യാം. f(x) e⁻−x -π (x) അപ്പോൾ ഇവിടെ എൽ എന്താണെന്ന് ആദ്യം അറിയണം. ഫോർമുല എഴുതുന്നതിന് മുമ്പ് എൽ ഒന്ന് കണ്ടുപിടിച്ചാൽ ലെങ്ത്, ടോട്ടൽ ലെങ്ത് എത്ര ആയിരിക്കും? ഇവിടെ -π to 0 0 to π വരും. ഇത് എക്സ് ആണ്. അപ്പോൾ ടോട്ടല് -π മുതൽ 0 വരെ പൈ ലെങ്ത്, 0 to π വരെയും പൈ ലെങ്ത്. അപ്പോൾ ടോട്ടൽ 2π ലെങ്ത് തന്നെയുണ്ട് അല്ലേ? അല്ലെ b - a b എന്ന് പറയുന്നത് പൈ മൈനസ് ബി എന്ന് പറയുന്നത് -π. ഇത്രയേ ഉള്ളൂ. b - a അപ്പോൾ 2π. അപ്പോൾ 2πയുടെ ഹാഫ് ഇസ് പൈ. അപ്പോൾ എൽ അപ്പോൾ ഇവിടെ പൈയാ. അപ്പോൾ ഫോർമുല എളുപ്പമായി. അപ്പം നിങ്ങൾ നോക്കുക, ഇത് നോക്കുകയാണെങ്കിൽ ഫോർമുല എഴുതുവാണെങ്കിൽ ഫോറിയർ സീരീസ് എഴുതുന്ന f(x) a0/2 +σ(ns) = 1 to ∞ an cos nπx/l. l പൈ അല്ലേ? അപ്പം പിന്നെ cos nx വരത്തുള്ളൂ. nx + bn sin nx. അപ്പോൾ ഫോറിയർ സീരീസ് ആയി. അതിൻ്റെ മാർക്ക് കിട്ടും. ഇനി a0ന്റെ ഫോർമുല 1/l, that is 1/π integral -π to π f(x) dx, that is e⁻x dx. -π മുതൽ π വരെ സാധാരണ ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും ഒക്കെ നോക്കേണ്ടതാണ്. പക്ഷേ e⁻² എന്ന് പറയുന്നത് ഈവനും അല്ല ഓടും അല്ലാത്തതുകൊണ്ട് ആ ഗുണമൊന്നും കിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനൊന്നും പോകരുത് e⁻ന്റെ കേസിൽ. അപ്പം നമ്മൾ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1/π × e⁻−x ഇൻ്റഗ്രൽ e⁻−x/-1 അല്ലേ? /-1. ആ മൈനസ് ഞാൻ ഇവിടെ എവിടെയും കൊടുക്കാം, കുഴപ്പമില്ല. ഇൻ്റഗ്രൽ -π to π. ലിമിറ്റ് കൊടുത്താൽ -1/π × ആദ്യം π കൊടുത്താൽ ദിസ് e⁻−π. എക്സ് കാണുന്നത് പൈ കൊടുത്തു, മൈനസ് എക്സ് കാണുന്നത് -π കൊടുത്താൽ ഈ മൈനസ് +π ആവും. അല്ലെ നമുക്ക് ഇച്ചിരി വൃത്തിയായിട്ട് എഴുതിയാൽ e⁻π എന്ന് കിട്ടും. ആദ്യം ഞാൻ മൈനസ് അകത്തോട്ട് കയറ്റിയപ്പോൾ ഇവിടെ പ്ലസ് ആവും, ഇവിടെ മൈനസ് ആവും. അപ്പം അങ്ങനെ നമ്മൾക്ക് a0ന്റെ വാല്യൂ കിട്ടി. ഞാൻ വീണ്ടും ഈ സൈഡിലോട്ട് a0ന്റെ വാല്യൂ എഴുതി വെച്ചു. e⁻+π അല്ലേ? π - e⁻−π ഡിവൈഡഡ് ബൈ π a0. ഇനിയും an കണ്ടുപിടിക്കാം. ഓക്കെ, a-ന്റെ ഫോർമുല എന്താ? 1/l 1/π ഇൻ്റഗ്രൽ -π to π. ഇവിടെ ക്വസ്റ്റ്യൻ അതായതുകൊണ്ട് കേട്ടോ. f(x) e⁻−x. ഇവിടെ എന്താ? a-ന്റെ കൂടെ കോസ് അല്ലേ? a-ന്റെ കൂടെ കോസ് ആണ്. സോ cos nx dx. അപ്പോൾ ഇവിടെ ഈവനും ഓടുമൊന്നും നോക്കാൻ പറ്റൂല, കാരണം കൂടെയുള്ള കോസ് ഈവനാ, പക്ഷെ കൂടെയുള്ള e⁻ ഒന്നും അല്ലാത്തതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ മറ്റേ ഫോർമുല അപ്ലൈ അല്ലെ? e⁻ax cos bx. ഇവിടെ a -1 ആണ്, b n ആണ്. ഓക്കെ, സോ നമുക്ക് ആ ഫോർമുല എന്തായിരുന്നു? ഇൻ്റഗ്രൽ e⁻ax cos bx dx എന്ന് പറയുന്നത് e⁻ax/a² + b² × a cos bx + b sin bx ആണ്. എന്നിട്ട് ലിമിറ്റ് കൊടുത്താൽ മതി. നമ്മുടെ ഈ കേസിൽ a എന്ന് പറയുന്നത് -1 ആണ് അല്ലേ? e⁻−ax. അപ്പം -1. b എന്ന് പറയുന്നത് 1 ആണ്. അപ്പം അതിനനുസരിച്ച് ചെയ്താൽ മതി. സോ an is equal to 1/π e⁻ax, that is e⁻−x by a². a ആരെവിടെ? a is -1, b is n. അതങ്ങോട്ട് കൊടുക്കുക. -1 a² is 1,
പ്ലസ് ബി സ്ക്വയർ ഇസ് എൻ സ്ക്വയർ ഇൻറ്റു ഇങ്ങോട്ട് എ കോസ് ബി എക്സ്, എ എന്ന് പറയുന്നത് -1 കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ് -π to π. അപ്പം എന്തായാലും -π ആയാലും π കൊടുത്താലും സൈൻ്റെ കേസിൽ ഒരു കോംപ്രമൈസും ഇല്ല, സൈൻ ഈസ് 0. ഇനി ലിമിറ്റ് കൊടുക്കാനുള്ളത് കോസിന് മാത്രമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റൻസ് എല്ലാം എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട്, സോ ഹിയർ എ എൻ എസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എല്ലാം എടുത്ത് വെളിയിൽ കളയാം 1/π ഇൻറ്റു വേറെ കോൺസ്റ്റന്റ് ആരാ 1 + n സ്ക്വയർ. പിന്നെ എന്തെങ്കിലും കോൺസ്റ്റന്റ് ഒരു മൈനസ് ഉണ്ട് അല്ലേ, ഒരു കോൺസ്റ്റന്റ് ഇവിടെ ഉണ്ട്, ഒരു മൈനസ് ഇവിടെ ഉണ്ട്. പിന്നെ ലിമിറ്റ് കൊടുക്കാൻ e raised to -x ഇൻറ്റു കോസ് എൻ എക്സ് 0 അല്ല സോറി -π to π. ഇത് തന്നെയായിരിക്കും ബി എന്നിലും വരാൻ പോകുന്നത്. ഇവിടെ ഒരു -n വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ വരാൻ പോകുന്നത്. അപ്പം ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -1/π ഇൻറ്റു 1 + n സ്ക്വയർ ഇൻറ്റു π കൊടുത്തു കഴിഞ്ഞാൽ e raised to -π കോസ് എൻ പൈ മൈനസ്, അപ്പം ഇതാരാവും, ഈ -π ഇവിടെ കൊടുത്താൽ e raised to π കോസ് n - π, കോസ് -θ കോസ് θ തന്നെ, സോ കോസ് എൻ പൈ തന്നെ. നമുക്ക് കോസ് എൻ പൈയുടെ വാല്യൂ അറിയില്ലേ, അതറിയാം അല്ലേ, -1/n അല്ലേ. സോ -1/π ഇൻറ്റു 1 + n സ്ക്വയർ ഇൻറ്റു e raised to -π ഇൻറ്റു -1/n മൈനസ് e raised to +π ഇൻറ്റു -1/n. അപ്പം -1/n കൂടി കോമൺ എടുത്താൽ -1/n, ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട് അല്ലേ, അപ്പോൾ n+1 എന്ന് എഴുതാൻ വേണമെങ്കിൽ 1 + n സ്ക്വയർ, വെളിയിലൊരു പയ്യൂരുണ്ട്, പിന്നെന്താ ഉണ്ട്, e raised to -π മൈനസ് e raised to +π. അല്ലെങ്കിൽ ഈ -1/n+1 അങ്ങനെ എഴുതാതെ ഈ മൈനസ് അകത്തോട്ട് കയറ്റിയാൽ ഇവിടെ മൈനസും ആവും, ഇവിടെ പ്ലസും ആവും. അപ്പോൾ ഇത് പ്ലസും ആവും, ഇത് മൈനസും ആവും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് എഴുതി വെക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ വാല്യൂ. ഇനി ബി എൻ വരുമ്പോൾ ഒരു എന്നിൻ്റെ വ്യത്യാസം വരുന്നത്, കാരണം ഇവിടെ എന്താ വ്യത്യാസം വരുന്നത്, ബി എന്നിലുള്ള വ്യത്യാസം എന്തൊക്കെയായിരിക്കും, ബി എൻ്റെ ഫോമുല ഇവിടുന്ന് തന്നെ എഡിറ്റ് ചെയ്ത് നോക്കാം. ബി എൻ്റെ വ്യത്യാസം വരുമ്പോൾ ഇവിടെ കോസിന് പകരം സൈൻ ആവും. അപ്പം നമ്മുടെ ഫോമുല e raised to x sin bx ഇവിടെ എല്ലാം ഓക്കെ, ഇവിടെ സൈൻ വരും, ഇവിടെ മൈനസ് വരും, ഇവിടെ കോസും വരും. അതാണ് വ്യത്യാസം വരാൻ പോകുന്നത്. ബാക്കി നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ കൊടുത്തു നോക്കാം. ദാറ്റ് ഈസ് ബി എൻ എസ് ഈക്വൽ ടു 1/π ഈ ലിമിറ്റ് e raised to x, e raised to -x by a square plus b square, a square plus n square into a sin bx sin nx minus b n cos nx. ലിമിറ്റ് -π to π. അപ്പൊ സൈൻ വരുന്നതും ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പൊ കോസ് വരുന്നത് മാത്രം ചെയ്താൽ മതി. അപ്പൊ ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് കോൺസ്റ്റൻസ് എല്ലാം എടുത്ത് വെളിയിൽ കളയാം. ദാറ്റ് ഈസ് 1/π ഉണ്ട്, ഈ 1 + n സ്ക്വയർ വരും, പിന്നെ ഇവിടെ കോൺസ്റ്റന്റ് -n വരും അല്ലേ, -n വരും. പിന്നെ ലിമിറ്റ് കൊടുക്കാനുള്ളത് മുമ്പത്തെ ലിമിറ്റ് തന്നെയാണ്, e raised to -x ഇൻറ്റു കോസ് nx. അതാ ഞാൻ പറയാം, മുമ്പത്തെ ലിമിറ്റ് തന്നെ അത് വരത്തുള്ളൂ, അങ്ങനെ ആ വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. അപ്പൊ -1ന്റെ സ്ഥാനത്ത് -n വന്നു എന്നുള്ള വ്യത്യാസമേ വരത്തുള്ളൂ. സോ -n/π ഇൻറ്റു 1 + n സ്ക്വയർ. ഇവിടെ വരാൻ പോകുന്നത് അപ്പർ ലിമിറ്റ് കൊടുത്താൽ e raised to -π ഇൻറ്റു -1/n മൈനസ് e raised to +π ഇൻറ്റു -1/n. ഇപ്പം വെളിയിൽ ആര് വരും, -1/n. -1/n എന്നൂടെ വരും, ഈ എന്നൂടെ ഉണ്ട്, n ഇൻറ്റു -1/n ഡിവൈഡഡ് ബൈ π ഇൻറ്റു 1 + n സ്ക്വയർ ഇൻറ്റു e raised to π മൈനസ് e raised to -π വരും. ചെയ്തു നോക്കിയാൽ മതി ഇതെങ്ങനെയാണ് വന്നതെന്ന്. ഒരു മൈനസ് ഇവിടെ ഉള്ളത് അകത്തോട്ട് കയറുമ്പോൾ ഉള്ള ചെറിയ വ്യത്യാസമാണ്. അങ്ങനെ a0 a-നും b-നും ഒക്കെ കിട്ടി. ഇത് നമ്മുടെ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് e raised to ഇനിയിപ്പം എല്ലിൻ്റെ വരുന്ന ക്വസ്റ്റ്യൻസിൽ പൈ അല്ലാതെ എല്ല് വരുന്ന ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ചുള്ള ചേഞ്ചേ വരത്തുള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കേസാണ്. an ചെയ്യുമ്പോൾ തന്നെ ബി എന്നിൻ്റെ ആൻസറും കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഇൻ്റഗ്രേഷൻ വേണ്ട, 2 ഫോർമുല മതി, ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. അവിടെയും സൈൻ വരുന്നിടം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാവുന്ന ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും.
പിന്നെ കോസിന് മാത്രം ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി, സിംപ്ലിഫിക്കേഷൻ നടക്കും. അപ്പോൾ ഈ ഒരു കേസ് ഏറ്റവും വളരെ സിമ്പിളാണ്. e⁻ax ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുക. ഇനിയും നമ്മളിവിടെ പഠിച്ച 3 ടൈപ്പ് ഞാൻ പറഞ്ഞു, നമ്മൾ മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഫോറിയർ സീരീസിലുള്ളതെന്ന് പറഞ്ഞു. ഒന്ന് പോളിനോമിയൽസ്, ഒന്ന് e⁻ax ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ്, ഒന്ന് സൈനും കോസും വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതോടെ ഫോറിയർ സീരീസ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഫോറിയർ സീരീസ് കഴിയും. പിന്നെ ഫോറിയർ സീരീസ് പഠിച്ചു കഴിഞ്ഞാൽ ഹാഫ് റേഞ്ച് ഫോറിയർ സീരീസ് ഉണ്ട്. അതായത് ഇത്രയും കഷ്ടപ്പെട്ട് മൊത്തം കൂടെ ചെയ്യേണ്ട, പകുതി ചെയ്താൽ മതി. ഈ സൈൻ വരുന്ന ഭാഗം കട്ട് ചെയ്താൽ ഫോറിയർ കൊസൈൻ സീരീസ്, ഇനി കോസ് വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോറിയർ സൈൻ സീരീസ്. അപ്പം പകുതി പഠിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പഠിക്കുന്ന ഒരാൾക്ക് പിന്നെ പകുതി പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഹാഫ് റേഞ്ച് ഫോറിയർ സീരീസ് ആരും നമ്മളെ പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ല. കാരണം ഫുള്ള് പഠിപ്പിച്ചാൽ മതി. ഹാഫ് നിങ്ങൾക്ക് പകുതി ചെയ്താൽ മതി. നിങ്ങൾക്കൊരു എന്താ പറയുന്നത്, ഒരു അഡ്വാൻറ്റേജ് തരുക, നിങ്ങൾ പകുതി ചെയ്താൽ മതി, ആ ഹാഫ് റേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് പഠിക്കാനില്ല. ഹാഫ് റേഞ്ച് സൈൻ എന്ന് പറയുമ്പം സൈൻ മാത്രം, അതായത് bn മാത്രം കണ്ടുപിടിച്ചാൽ മതി. a0 വേണ്ട, an വേണ്ട. ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് എന്നൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ സൈൻ വരുന്നിടം വേണ്ട, അതായത് bn കണ്ടുപിടിക്കുകയേ വേണ്ട, a0 an കണ്ടുപിടിച്ചാൽ മതി. അപ്പം പ്രത്യേകമായിട്ട് അതൊന്നും ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിലെ ഹാഫ് റേഞ്ച് പഠിക്കാൻ പറ്റും. ഈ ചെയ്ത പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് ഹാഫ് റേഞ്ച് ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും നമ്മൾ പറഞ്ഞു. ഇത്രയും കൊണ്ട് നമുക്ക് നിർത്താം. ഫോറിയർ സീരീസിൻ്റെ കൺസെപ്റ്റുകൾ നിർത്താം. ഇനി പ്രോബ്ലങ്ങൾ മാക്സിമം നിങ്ങൾ കൂടുതൽ ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. താങ്ക് യു.